വണ്ടിയെടുത്ത് നിർത്തി നമ്മക്ക് ഛർദിക്കാൻ പറ്റോ? എടോ താ കേറുന്നുണ്ടോ? ഞങ്ങൾക്ക് പോയിട്ട് വരെ പണിയുണ്ട്. ഇങ്ങനെ എങ്ങോട്ടാണ് ഈ ബാണം വിറ്റ പോലെ പോന്നത്? നമ്മളിപ്പോ ചത്താഞ്ഞാല ഛർദിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാല് നിർത്തൂല വണ്ടി. മിണ്ടിപ്പോവരുത്, ഞാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞതാ ഈ വണ്ടി ഇനി എവിടെ നിൽക്കില്ല, ഇവിടെ നിർത്തരുത്. ഫോറസ്റ്റുകാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ആരെയും പുലിയൊക്കെ ഇറക്കുന്നത് സമയവാ. ഈ വണ്ടി നിർത്തുന്ന പ്രശ്നേ ഇല്ല. അയ്യോ സ്റ്റക്കായല്ലോ. എന്നോടാ കളി. ഈ വണ്ടി ഞാൻ നിർത്തില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞതല്ലേ. വണ്ടി ഒന്ന് നിർത്തി കൊടുത്തു മോനെ, അമ്മാളൊരു ഛർദിക്കാൻ വന്നിട്ടല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തായിരുന്നു ഉത്സാഹം. വണ്ടി കയറി അപ്പൊ തുടങ്ങും ഛർദിക്കാൻ പറ്റുന്നു, മൂത്രം ഒഴിക്കാൻ മുട്ടണു. ഇങ്ങനെയുള്ളവരൊന്നും വണ്ടി കയറ്റരുത്. അയ്യോ മോനെ, ആനയുടെ സൗണ്ടല്ലേ കേൾക്കുന്നത്. ഇവിടെ എങ്ങും നിർത്തല്ലേ, ഇവിടെ ആനയുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ആനയുണ്ട്. ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുത്. തൽക്കാലം ഒന്ന് അടക്കി പിടിച്ചിരിക്കാൻ പാടോ, ഇവിടെ ഇറങ്ങി ആന കുത്തിക്കൊല്ലു. അല്ല മോനെ, നമ്മളിപ്പോ എന്തിനാ ഈ മലയുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയത്, അതും ഈ ആനയും പുലിയുള്ള സ്ഥലത്ത്? ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് മാമ, അത് കാണാൻ വേണ്ടിയാ. അമ്മയെ കൂടെ കൂട്ടായിരുന്നു. ഓ നിനക്ക് ഛർദിക്കാൻ ഒരു പാർട്ണർ ആയാലേ. മോനെ, ഇതാണോ നീ പറഞ്ഞ വ്യൂ പോയിന്റ്? കൊള്ളാലോ, നല്ല രസമുണ്ട് കാണാൻ. കുറച്ചു നേരം നിർത്തിവിടെ. ഇതും ഒരു വ്യൂ പോയിന്റാ, പക്ഷെ ഇതിലും ബെസ്റ്റ് കുറച്ച് അപ്പുറത്ത് പോയാൽ കാണാം. ഞാൻ കൊണ്ടുപോവാ. ശരി ഇവിടെ നിർത്താം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഛർദിക്കേണ്ടവരൊക്കെ ഛർദിച്ചോളൂ, കാണേണ്ടവരൊക്കെ കണ്ടോളൂ. എല്ലാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോ. സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. അതേതോ ഒരു ജീപ്പ്. മാമ അതേ അങ്ങോട്ട് നോക്കി, അവിടെ ഒരു ബസ് കിടക്കുന്നു. നീയല്ലേ ബിജു പറഞ്ഞത് ഈ മലമുകളിലോട്ട് ബസ് ഒന്നും കയറില്ലാന്ന്? അതെ, ബസ്സിന് വന്നിരുന്നെങ്കിൽ കാശ് ലാഭിക്കായിരുന്നു. ജീപ്പ് പോകുന്ന പോലെ ബസ് പോവില്ലെന്നാ ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങോട്ട് ബസ്സൊക്കെ വരുമെന്ന്. ഈ ബസ് ഒക്കെ നിർത്തിയിട്ടിരിക്കുന്നേ, ഇനി കംപ്ലൈന്റ് ആണോ? വാ പോയി നോക്കാം. പച്ചോനിത് ആരൊക്കെയാണ്? ബിച്ചു, ഗോപ, ഇങ്ങളെങ്ങനെ ഇവിടെ എത്തി? ജീപ്പും കൊണ്ട് എന്താ നീ ബൈക്ക്? വിഷുവൊക്കെ അല്ലേ കാതർക്ക, ഞങ്ങളൊരു ട്രിപ്പ് അടിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ മാമൻ പറഞ്ഞു സിംഹവും പുലിയുള്ള കാട്ടിൽ പോവാന്ന്. അങ്ങനെ ഞങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പ് ആക്കി. അങ്ങനെ ഇവിടെ വരെ എത്തി. കാതർക്ക് എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഞമ്മല് കഴിഞ്ഞ പറഞ്ഞ മോനെ, FN സർവീസുകാർ കാട്ടിക്കൂടെ ഒരു ട്രിപ്പ് വെച്ച് ഞമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കാർ എത്തിയപ്പോഴത്തേക്കും ഞമ്മക്ക് വയറുവേദന ഛർദി. ഓനോട് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തണില്ല. അവസാനം ഇവിടെ കൊണ്ട് നിർത്തി നമ്മൾ ഛർദിയോട് ഛർദി. കാതർക്കാക്ക് ഛർദിയാണോ? എങ്കിൽ പിന്നെ ജീപ്പിൽ കയറിക്കോ, പറ്റിയ സ്ഥലമാ. നിങ്ങൾ വിട്ടോളിട്ടാ, ഞമ്മളാ ജീപ്പിൽ പോണ്. പോ ഏതെങ്കിലും ആക്കാണ്ട് വേഗം പോരാ. നിങ്ങൾ ഈ ബൈക്ക് വലുതെങ്കിൽ നമ്മൾ നാട്ടീനെ ഈ ജെപ്പി കയറി പോന്നാനെ. ആരൊക്കെ പോട്ടെ, ആർക്കാണ് ഇതിൻ്റെ അകത്ത് ഛർദി? എനിക്ക് വീട്ടിൽ ഇറങ്ങിയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോ ഛർദിക്കാൻ വന്നിട്ട് പാടില്ല. അത് ചിലവരെ അങ്ങനെയാ, വണ്ടി കയറി അപ്പൊ തുടങ്ങും ഛർദി. അത് പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. വയറ്റിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഛർദിക്കാൻ പറ്റും. ഇതൊരു കാര്യം ചെയ്യും, നല്ലൊരു തണലോക്കി ഒതുക്ക്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാം. ശരിയാ, അപ്പൊ എനിക്കൊന്ന് ഛർദിക്കുകയും ചെയ്യാം. വണ്ടി ഛർദിച്ച കൊല്ലും ഞാൻ. അതല്ലേ പറഞ്ഞത് ഒതുക്കാൻ. ഈ പെണ്ണിനെ കൂടെ തോറ്റു. ആ വീട്ടിൽ നിർത്തി പോന്നാ മതിയായിരുന്നു. ഒതുക്കല്ലേ, ഒന്ന് ഒച്ച വെക്കാതിരിക്കേ. എല്ലാരും ഇറങ്ങിക്കോ, നമുക്ക് ഈ മരത്തണലിൽ കുറച്ചു നേരം വിശ്രമിക്കാം. വാ അമ്മാളു, മോനെ വിച്ചു, നീയും ഇറങ്ങി പുറത്ത് കാറ്റൊക്കെ കൊള്ളു. ഇനി എന്താ പ്ലാൻ? അടുത്തത് എങ്ങോട്ടാ? ഇനി നമുക്ക് കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. വലിയ ഡാമൊക്കെ ഉണ്ട്, മുകളിലേക്ക് പോണം. ഇതേപോലെ ഛർദിക്കാനാണെങ്കിൽ നീ വരണ്ട, പോകാതിരിക്കുന്നതാ നല്ലത്. വരാറായി. നീ വണ്ടിന്ന് പുറത്തിറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നോ. പാവ പണ്ടി വിശ്വസിച്ചിരിക്കുക. ആനയും പുലിയൊക്കെ വരും, അതിന് ഇത്തിരി കൂടി കേറി പോണം. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഛർദിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. ബെടുക്കനിരിക്കും മോനെ, അതിനൊരു വഴിയുണ്ട്. അതിന് ഞങ്ങൾക്ക് ബെഷനെറ്റാണ് ഈ പറയണത് ഛർദിക്കാന്ന്. ഞമ്മക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം. വണ്ടിയിൽ വല്ല ചിക്കൻ ഉണ്ട് കാതർക്ക. അമ്മ തന്നു വിട്ടത് അൽഫാം ഉണ്ടാക്കാൻ. മസാല എല്ലാം റെഡിയാ. ശരി, എന്നാ ചിക്കൻ എങ്കിൽ ചിക്കൻ നമുക്ക് അതെടുത്ത് പൊരിക്കാം. ഇത് കൊള്ളാലോ കാതർക്ക, ഇതൊരു പ്രിമിറ്റീവ് ടെക്നോളജി അല്ലേ. ഇത് ചുട്ടെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇപ്പോഴേ വായിൽ വെള്ളം വന്നിട്ട് പാടില്ല.
ഇജ്ജ് വെള്ളർക്ക് അവിടെ ഇരുന്നോളി, നമ്മളിത് ശരിയാക്കി ഇപ്പൊ തരാം. ഇതിന്റെ അകത്ത് മസാല തേക്കണം, കുത്തി കോർക്കണം, പൊരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഞാനിതൊക്കെ കൊറേ ചെയ്തിട്ടുള്ളതാ. അടുപ്പിലിട്ട് ചുട്ട്, മണ്ണിലിട്ട് പൊതിഞ്ഞ് ചുട്ട്, കറുത്തിച്ച് വേവിച്ച് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ളതാ. പിന്നെ കാതർക്ക സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാ. പിന്നെന്തായാലും കാദറിന്റെ രീതിക്ക് നടക്കട്ടെ. നമുക്ക് കാദർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ കഴിക്കാം. ഇങ്ങനെ തീ കൂട്ടിയിട്ട് വേവിച്ച ചിക്കൻ വേവോ കാതർക്ക? ആയിക്ക നമ്മൾ ഉഷാരായിട്ട് വേവിച്ചരാ. നിങ്ങൾ അടങ്ങി നിക്ക്. കണ്ട കോർക്കല് കഴിഞ്ഞ് ഇനി ഇത് അടപ്പറ്റി വെച്ചിട്ട് ഒന്ന് തീ പാറ്റി കൊടുത്താൽ മതി. ഇത് ചൂന്നും പറഞ്ഞിട്ട് കഴിഞ്ഞു. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ഇതുപോലെ മീൻ പിടിച്ചിട്ട് ചുട്ട് ചെന്നിട്ടുള്ളതാ കാതർക്ക. അന്റെ ഉണക്കമീൻ ചുട്ടുന്ന കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. ഇത് കാണാൻ നല്ല രസമുള്ള ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നിന്നിട്ട് ഇജ്ജ് പറ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ആ തീപ്പറ്റിച്ച പോലെ തീ കൊടുക്കട്ടെ, നന്നായിട്ട് വേവിക്കണം, എന്നാലേ ഇത് മൊരിഞ്ഞു വരുള്ളൂ. ആ ഉഷാറ് ഉഷാറ്. പറ്റി വെച്ചിരിക്ക, പൊറ്റി വെച്ചിരിക്ക, കറുത്ത കോഴി മുളക് പോയിട്ട് പൊറ്റി വെച്ചിരിക്ക. കോഴി രുചിയായിരിക്കണം കാദറേ. അത് നമ്മളോട് പ്രത്യേകം പറയണ്ട, നമ്മൾ ഇത് കൊറേ ചെയ്തിട്ടുള്ളേ. നമ്മന്റെ മൂന്നാമത്തെ ബീബിന്റെ നാലാമത്തെ മാമന്റെ കല്യാണത്തിൽ നമ്മളായിരുന്നു ചിക്കൻ പത്ത് കൊടുത്തത്. ഉഷാറ് ചിക്കൻ ആയിരുന്നു. നിങ്ങൾ നമ്മളൊന്നും പഠിപ്പിക്കാൻ പറ്റേ, തിന്നു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല പുകച്ചൂര്. അത് പിന്നെ ചിക്കൻ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയോന്ന് നമുക്കൊരു സംശയം. സംശയിക്കേണ്ട കാദറേ, അത്യാവശ്യം നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നമ്മന്റെ കറക്കൽ അത്ര ഉഷാറായില്ല. എങ്കിലും കുഴപ്പമില്ല, ഉള്ളില് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാ തിന്നോക്ക് മോനെ പിച്ചു, നല്ല വിശപ്പുണ്ട്. ഇങ്ങത്താ ഇപ്പൊ തരാട്ടാ. പിച്ചി പൊളിച്ചിട്ട് കിട്ടുന്നില്ല. ആ വെന്ത് 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 എന്തൊരു ചൂടാണ്. ഞാൻ മോനെ കൊള്ളാം, യമി. എന്നാ മോലെ ഇജ്ജ് ഭക്ഷണിക്കല്ലേ, ഇജ്ജ് കഴിച്ചോളി. ആ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, നമുക്ക് പോയാലോ? ആ ശരി, ഇനി നമുക്ക് ഡാമിലേക്ക് പോവാം. അമ്മാളു ഇനി ഛർദിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി കൊക്കയിലേക്ക് മറിച്ചിടും. വേഗം പോയി വണ്ടി കയറി. അങ്ങനെ നമ്മൾ ഡാമിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഇതാണ് പൂമല ഡാം. ഇതിൽ നിറച്ച് മുതലകളുണ്ട്. എല്ലാരും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എന്ത്, ഇതുപോലത്തെ കുറെ ഡാമുകളുണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം. അമ്മാളെ എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? അത് പിന്നെ എനിക്ക് ഛർദിക്കാൻ വരുമോ? അയ്യോ, ഇവളെ കൊണ്ട് തോറ്റല്ലോ. മാമ, ഇവളെ പൊക്കി ഡാമിലിട്ടാലോ? വേണ്ട പോലെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കിണറ്റിലിടാം. ആ ചിക്കൻ മൊത്തം തിന്നിട്ട് അവൾക്ക് ഛർദിക്കാൻ വരുന്നു. നീ ഒന്ന് അടക്കി പിടിച്ചിരിക്കി, ഈ ഡാമിന്റെ ബ്യൂട്ടി ഒക്കെ ഒന്ന് ആസ്വദിക്കും. എനിക്ക് ശരിക്കും ഛർദിക്കാൻ വന്നിട്ടാ, ഞാനെന്ത് ചെയ്യാനാ? ഓനെ സാരമില്ല, അതിന് നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെട്ട് ജീപ്പ് സ്പീഡിൽ ഓടിക്കുന്നേ? ഞാൻ സ്പീഡിൽ ഓടിക്കുന്നതല്ല മാമ, ജീപ്പിന്റെ ബ്രേക്ക് പോയി. എല്ലാരും പിടിച്ചിരുന്നു. ഈ ജീപ്പിന് ബ്രേക്ക് ഇല്ല. ഇതിപ്പോ ഡാമിലേക്ക് വീഴും. അയ്യോ അയ്യോ അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. അയ്യോ അയ്യോ, എന്താ പിച്ചു, ബ്രേക്ക് ശരിയായോ? അതിന് ബ്രേക്കിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. എന്തിനാ നീ ഇത്ര നേരം ഞങ്ങളെ പേടിപ്പിച്ചേ? അത് കാറിലിരുന്ന് ഛർദിക്കുന്നവർക്കുള്ള ഒരു ടോണിക്കാ. ഇപ്പൊ നിന്റെ ഛർദിയൊക്കെ പോയില്ലേ?